When obstacles arose during self-enquiry, I tried asking the question, to whom does the thought arise? ഇപ്പോൾ സെൽഫ് എൻക്വയറി ചെയ്യുന്ന സമയത്ത് മനസ്സിലേക്ക് കുറേ ചിന്തകൾ വരുന്നു എന്നായിരിക്കും. ഒബ്സ്റ്റക്കിൾസ് വേറെ ഉണ്ടാവാൻ വഴിയില്ല. അപ്പോൾ ആ ചിന്തകളെക്കുറിച്ച് എന്തായിരുന്നു അന്വേഷണം? ടു ഹും ഡസ് ദ തോട്ട് അറൈസ്? ആരിലേക്കാണ് ഈ ചിന്തകൾ കടന്നു വരുന്നത്? കൃത്യമായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. ബിക്കോസ് അതാണല്ലോ മഹർഷി നമ്മളോട് ചെയ്യാൻ പറയുന്നത് അല്ലേ? ദി ആൻസർ വാസ് ടു മൈ മൈൻഡ്. എൻ്റെ മനസ്സിലേക്കാണ്. ആൻഡ് ഐ എം നോട്ട് മൈ മൈൻഡ്. പക്ഷെ ഞാൻ എൻ്റെ മനസ്സല്ല. ആഫ്റ്റർ സം ടൈം ദ നെക്സ്റ്റ് പാറ്റേൺ ഓഫ് തോട്ട്സ് എമേർജ്ഡ്. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറെ ചില ചിന്തകളാണ് വരുന്നത്. ഫസ്റ്റ് വൺ, ഇഫ് ഐ ആം നോട്ട് മൈ മൈൻഡ് ദെൻ വൈ ഈസ് ഇറ്റ് എഫക്റ്റിംഗ് മീ? ഞാൻ മനസ്സല്ലെങ്കിൽ ഈ ചിന്തകൾ എങ്ങനെയാണ് എന്നെ ബാധിക്കുന്നത്? ബാധിക്കുന്നുണ്ട് എന്നർത്ഥം. അതുകൊണ്ടുള്ള ഈ ചോദ്യം വരുന്നില്ലേ? ബി, വാട്ട് ഡസ് ദ മൈൻഡ് മീൻ ടു മീ? ഈസ് ഇറ്റ് ജസ്റ്റ് എ ടൂൾ? മനസ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സ് ഒരു ടൂളാണോ, ഉപകരണമാണോ? ഇതൊക്കെയാണ് ഒരു പാർട്ടിസിപ്പൻ്റ് ചോദിച്ച സംശയം. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പോകാം. അതിനു മുമ്പ് നമുക്ക് മഹർഷിയുടെ ഒരു കോട്ട് ഹുവമയിൽ നോക്കാം. മഹർഷി പറയുന്നു, അപ്പാർട്ട് ഫ്രം തോട്ട്സ് ദർ ഇസ് നോ സച്ച് തിങ് ആസ് ദ മൈൻഡ്. അപ്പാർട്ട് ഫ്രം തോട്ട്സ് ദർ ഇസ് നോ സച്ച് തിങ് ആസ് ദ മൈൻഡ്. നമ്മളിത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ചിന്തകൾ അല്ലാതെ മനസ്സ് എന്ന സംഗതി ഉണ്ടോ എന്നുള്ളൊരു സംശയം നമുക്കുണ്ടാവും. നമ്മൾ സാധാരണ പറയുന്ന ഒരു പറച്ചിലുണ്ടല്ലേ, മനസ്സിലുള്ള ചിന്തകൾ എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം മനസ്സ് എന്നൊരു പ്ലെയിനുണ്ട്, ആ പ്ലെയിനിൽ ചില ചിന്തകൾ വന്ന് ചേരുന്നുണ്ട്, അല്ലെങ്കിൽ ചിന്തകൾ അവിടുന്ന് പൊട്ടിമുളയ്ക്കുന്നുണ്ട് എന്നാണ് നമ്മൾ സാധാരണഗതിയിൽ പറയുക. അതൊരു യൂസേജ് ആയിട്ട് അങ്ങനെ എപ്പോഴും പറയാട്ടോ. പക്ഷെ മഹർഷി വളരെ വ്യക്തമാക്കാണ് ഹുവമയിൽ, അപ്പാർട്ട് ഫ്രം തോട്ട്സ് ദർ ഇസ് നോ സച്ച് തിങ് ആസ് ദ മൈൻഡ്. എന്താ അതിൻ്റെ അർത്ഥം? ചിന്തകൾ ഉണ്ടാകുമ്പോൾ മാത്രമേ മനസ്സുള്ളൂ. ചിന്തകൾ ഇല്ലാത്ത സമയത്ത് എന്തില്ല? മനസ്സില്ല. ദ മൈൻഡ് സീസസ് ടു എക്സിസ്റ്റ് ഇൻ ദി ആബ്സെൻസ് ഓഫ് തോട്ട്സ്. ചിന്തകളുടെ അഭാവത്തിൽ മനസ്സ് എന്ന സംഗതിയില്ല. അതാണ് അപ്പാർട്ട് ഫ്രം തോട്ട്സ്. ചിന്തകളില്ലെങ്കിൽ ദർ ഇസ് നോ സച്ച് തിങ് ആസ് ദ മൈൻഡ് എന്ന് മഹർഷി അടിവരയിട്ട് പറഞ്ഞത്. ഉപമയിലുള്ള ഓരോ വരിയും ഓരോ വാക്കും അത്രയും പ്രസക്തമായതാണ്. അപ്പം അങ്ങനെ തന്നെ നമ്മൾ വായിക്കണം. അപ്പാർട്ട് ഫ്രം തോട്ട്സ് ദർ ഇസ് നോ സച്ച് തിങ് ആസ് ദ മൈൻഡ്. ഇത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടാൻ കുറച്ചുകൂടി ഈസിയാണ്. അതാണ് ഇത് കാണിക്കുന്നത്. ഇപ്പോൾ സെൽഫ് എൻക്വയറിയിൽ നിങ്ങളുണ്ട്, ദറ്റ് ഇസ് യു, ആൻഡ് യു ഹാവ് യുവർ തോട്ട്സ്. ഈ തോട്ട് മഹർഷി പറഞ്ഞ പ്രകാരം തോട്ടിനെ നമുക്ക് എന്ത് പറയാം? നമുക്ക് മൈൻഡ് എന്ന് പറയാം. കാരണം ചിന്തകൾ ഉണ്ടെങ്കിലേ മനസ്സുള്ളൂ, ചിന്തകളില്ലെങ്കിൽ മനസ്സില്ലല്ലോ. സോ അപ്പാർട്ട് ഫ്രം തോട്ട്സ് ദർ ഇസ് നോ സച്ച് തിങ് ആസ് ദി മൈൻഡ്. അപ്പോൾ ചോദ്യം എന്തായിരുന്നു? ഈ ഒരു പ്രോസസ്സിലേക്ക് കടക്കുന്ന സമയത്ത് ടു ഹും ഡസ് ദ തോട്ട് അറൈസ് എന്ന് ചോദിക്കുമെന്നാണ് പറഞ്ഞത്. മനസ്സിൽ ചിന്തകൾ വരുന്ന സമയത്ത് ഇദ്ദേഹം ചോദിക്കുന്ന ചോദ്യം, ആർക്കാണ് ചിന്ത ഉണ്ടാകുന്നത്? ഗുഡ്, റൈറ്റ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ എന്താ പറഞ്ഞത്? ടു മൈ മൈൻഡ്, എൻ്റെ മനസ്സിനാണ് എന്ന് പറയുന്നു. മഹർഷിയുടെ ആ ഒരു കോട്ട് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇത് ഓക്കെ പറയാമായിരുന്നു അല്ലേ? ഒരു മനസ്സ് എന്ന സംഗതിയുണ്ട്, ആ മനസ്സിലേക്ക് ചിന്തകൾ വരുന്നു, ആ മനസ്സാണ് ചിന്തിക്കുന്നത് എന്ന് പറയാമായിരുന്നു. പക്ഷെ ഇപ്പം അത് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. ടു ഹും ഡസ് ദ തോട്ട് അറൈസ്, ടു മൈ മൈൻഡ് എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല. ബിക്കോസ് ചിന്തകളില്ലെങ്കിൽ മനസ്സില്ല. ചിന്തകൾ തന്നെയാണ് മനസ്സ്, മനസ്സ് തന്നെയാണ് ചിന്തകൾ എന്നും പറയാം. അപ്പോൾ ടു ഹും ഡസ് ദ തോട്ട് അറൈസ്, ആർക്കാണ് ചിന്തകൾ ഉണ്ടാകുന്നത് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സിന് എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് മനസ്സ് ഞാനല്ലല്ലോ. ഇഫ് ഐ ആം നോട്ട് മൈ മൈൻഡ്, ചിന്തകൾ എൻ്റെ മനസ്സിലാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എന്ത് പറയണം? ടു മീ എന്നേ പറയാൻ പറ്റുള്ളൂ. എന്നിലേക്കാണ് ചിന്ത വരുന്നത്, ഞാനാണ് ചിന്തിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് പോയിന്റ് കിട്ടി. അന്വേഷിക്കാൻ ഒരു പോയിന്റ് നമുക്ക് എപ്പോഴും വേണം. അന്വേഷിക്കാൻ പോയിന്റ് കിട്ടിയില്ലേ? കിട്ടി. ടു മീ എന്ന് പറയുമ്പോൾ എനിക്ക് ഹു ആം ഐ എന്ന് ചോദിക്കാൻ സാധിക്കും, അവിടേക്ക് ശ്രദ്ധ കൊണ്ടുപോകാൻ സാധിക്കും. ടു മൈ മൈൻഡ് എന്ന് പറഞ്ഞാൽ സെൽഫ് എൻക്വയറി സാധ്യമാകുമോ? സാധ്യമാവില്ല. ബിക്കോസ് മൈ മൈൻഡ് അല്ലേ, എൻ്റെ മനസ്സ്. എൻ്റെ മനസ്സെന്നുള്ള എൻ്റെ എന്ന വസ്തുവിലേക്ക് നമുക്ക് ശ്രദ്ധ കൊണ്ടുപോകേണ്ടി വരും. ബട്ട് എനിവേ ദാറ്റ് ആൻസർ ഇസ് നോട്ട് റൈറ്റ്. ടു മൈ മൈൻഡ് ശരിയല്ല. ടു മീ എന്ന് പറഞ്ഞ ശേഷം നമുക്ക് ഹു ആം ഐയിലേക്ക് പോവുകയാണ് ഉചിതം. പിന്നെ ചോദിച്ചത്, ഇഫ് ഐ എം നോട്ട് മൈ മൈൻഡ് ദെൻ വൈ ഇസ് ഇറ്റ് എഫക്റ്റിംഗ് മീ? ഞാൻ ഈ മനസ്സല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് എനിക്കിത് എഫക്റ്റ് ചെയ്യുന്നത്?
ഞാൻ മനസ്സല്ല എന്നുള്ള ഉറപ്പായി. സെൽഫ് എൻക്വയറി ചെയ്യുമ്പോൾ ഞാൻ മനസ്സല്ല. കറക്റ്റ് അല്ലേ? കാരണം പോകുന്ന സമയത്ത് അവിടെ കാണാനില്ല, മനസ്സവിടെ കാണാനില്ല, ചിന്തകൾ നിലയ്ക്കുന്നു. അപ്പം ഞാൻ മനസ്സല്ല. പിന്നെ എന്തുകൊണ്ട് എന്നെ എഫക്റ്റ് ചെയ്യുന്നു? വളരെ വാലിഡ് ആയിട്ടുള്ള ചോദ്യം പലരും ചോദിക്കും. അതിൻ്റെ അർത്ഥം മേ ബി യു ഹാവ് എൻ ഇൻ്റലക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ പ്രോസസ്. ഒരു എക്സ്പീരിയൻസ് ഒരു പക്ഷേ ആയി കാണില്ല, അതായിരിക്കാനാ സാധ്യത. എക്സ്പീരിയൻഷ്യൽ ലെവലിലാകുന്ന സമയത്ത് ഇറ്റ് വോണ്ട് എഫക്റ്റ് യു. എക്സ്പീരിയൻസിൽ എത്തുക എന്ന് പറയുമ്പോൾ വെൻ യു ബിക്കം യുവർ സെൽഫ്, നോട്ട് യുവർ മൈൻഡ്, നോട്ട് യുവർ തോട്ട്, എഫക്റ്റ് ചെയ്യില്ല. ഇഫ് യു ആർ നോട്ട് യുവർ മൈൻഡ് ഇറ്റ് വിൽ നോട്ട് എഫക്റ്റ് യു. ഇഫ് യു ആർ യുവർ മൈൻഡ് ഇറ്റ് വിൽ എഫക്റ്റ് യു. അത്രയേ ഉള്ളൂ. നിങ്ങൾ മനസ്സാണെങ്കിൽ, അതായത് ചിന്തകളാണെങ്കിൽ, അതിലേക്ക് കുറേ ചിന്തകൾ വരില്ലേ. യു ആർ ബോംബാർഡഡ് വിത്ത് മെനി തോട്ട്സ്. അതിൻ്റെ ഇടയിൽ പെട്ടുപോയി നമ്മളല്ലേ. ഒരു ബാറ്റിൽ ഫീൽഡിൽ ഒരു പടയാളിയെ പോലെ നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കണം, എപ്പോഴാണ് അറ്റാക്ക് വരാമെന്ന് അറിയാൻ പറ്റില്ല. ആ ബാറ്റിൽ ഫീൽഡിലുള്ള ഒരു പടയാളിയാണ് ഒരു ചിന്തയായ നിങ്ങൾ. ഇഫ് യു ആർ യുവർ മൈൻഡ്, ബട്ട് ആക്ച്വലി യു ആർ നോട്ട് യുവർ മൈൻഡ്. അത് നേരത്തെ പറയുകയും ചെയ്തു. അപ്പോൾ ഈ പാത്തിലായത് കാരണം പേടിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് കറക്റ്റായിട്ടുള്ള ട്രാക്കിലൂടെ തന്നെയാണ് പോകുന്നത്. ഓരോ സംശയത്തിനും കൃത്യമായ അന്വേഷണത്തിലൂടെയുള്ള എക്സ്പീരിയൻഷ്യലായിട്ടുള്ള ആൻസർ കിട്ടണം. ഈ ക്ലാസ്സിൽ പഠിക്കുന്നതൊക്കെ ഇൻ്റലക്ച്വൽ ആയിരിക്കും, പക്ഷെ നമ്മൾ പിന്നെ സാധനയിലേക്ക് പോകുന്ന സമയത്ത് ക്ലാരിറ്റി വരും. ദെൻ ഇറ്റ് വിൽ ബി ഈസി. സോ ഇഫ് യു ജോയിനിങ് എവറി സെഷൻ പ്രാക്ടീസിങ് സെൽഫ് എൻക്വയറി, ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നൗ ലെറ്റ് മീ പ്രൊസീഡ്. വാട്ട് ഡസ് ദ മൈൻഡ് മീൻ ടു മീ? ഇസ് ഇറ്റ് ജസ്റ്റ് എ ടൂൾ? അടുത്ത ചോദ്യമായിരുന്നു അല്ലേ. വാട്ട് ഡസ് ദ മൈൻഡ് മീൻ ടു മീ? മനസ്സെന്ന് പറഞ്ഞാൽ എന്താ? മനസ്സ് ഒരു ഉപകരണമാണോ എന്നാണ് ചോദ്യം. ചില ആൾക്കാരത് പറയുന്നുണ്ട് കേട്ടോ. സം സേ ഇറ്റ് ഇസ് എ ടൂൾ. ചിലർ പറയുന്നുണ്ട് മൈൻഡ് മാസ്റ്റർ ആണെന്ന് പറയുന്നുണ്ട്. ചിലർ പറയുന്നു മൈൻഡ് സെർവൻ്റ് ആണ് എന്ന് പറയുന്നു. പക്ഷെ ചോദിക്കാനുള്ളത്, ഇതിൽ 3 ഉത്തരങ്ങളിൽ ഏതായാലും നമുക്ക് എന്താ പ്രയോജനം? വല്ല പ്രയോജനമുണ്ടോ? വെദർ യുവർ മൈൻഡ് ഇസ് എ ടൂൾ, വെദർ യുവർ മൈൻഡ് ഇസ് യുവർ മാസ്റ്റർ, വെദർ യുവർ മൈൻഡ് ഇസ് യുവർ സെർവൻ്റ്, വാട്ട് purpose does it serve? ചോദ്യം, is there any point investing your valuable time into this? ആവശ്യമുണ്ടോ എന്ന് നോക്കണം. ഇതിൻ്റെ ആൻസർ എന്ത് തന്നെയായാലും നമുക്ക് ഒരു തരത്തിലും പ്രയോജനപ്പെടുന്നില്ല. ക്ലിയർ? സൈക്കോളജിസ്റ്റിന് അന്വേഷിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണത്. They can find out, and probably they must find out. I think they will find out one day. സെൽഫ് എൻക്വയറിയോട് പോയാൽ മാത്രമേ കണ്ടെത്തുള്ളൂ എന്ന് മാത്രം. അതല്ലാതെ കണ്ടെത്താൻ പറ്റില്ല. ആർക്കും മനസ്സ് എവിടെയാണെന്ന് മനസ്സിലായിട്ടില്ല. വെദർ ഇറ്റ് ഇസ് എ ടൂൾ, വെദർ ഇറ്റ് ഇസ് എ മാസ്റ്റർ, സെർവൻറ്റ്, വട്ട് എവർ യു കോൾ ഇറ്റ്. ബിക്കോസ് മഹർഷിയുടെ ടീച്ചിങ് പ്രകാരം ദർ ഇസ് നത്തിങ് കോൾഡ് ദ മൈൻഡ്. ഇല്ലാത്ത ഒരു സംഗതിയെ നമുക്ക് നിർവചിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണത് അന്വേഷിച്ച് പോകണ്ടെന്ന് പറയാൻ കാരണം. ഇവിടെയാണ് നമ്മൾ ശരിക്കും ഡിസ്ക്രിമിനേഷൻ കൊണ്ടുവരേണ്ടത്. ഡിസ്ക്രിമിനേറ്റ്, വിവേക. ഏതാണ് ഞാൻ അന്വേഷിക്കേണ്ടത്, ഏതാണ് ഞാൻ അന്വേഷണത്തിൽ നിന്നും മാറ്റിവെക്കേണ്ടത്? നമ്മൾ വിവേക അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയോ? നമ്മൾ വി വിൽ ഫോൾ ഇൻ ടു എ ബോണ്ടേജ്. ഒരു ബന്ധനാവസ്ഥയിൽ നമ്മൾ എത്താൻ സാധ്യതയുണ്ട്. പകരം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള ചോദ്യം ചോദിക്കുന്നതിന് പകരം നമ്മൾ എന്താ ചെയ്യേണ്ടത്? വി മസ്റ്റ് എൻക്വയർ, ഇൻവെസ്റ്റിഗേറ്റ്. അതാണ് നമ്മൾ വേണ്ടത് അല്ലേ? മഹർഷി പറയുന്നു, ജസ്റ്റ് ആസ് വൺ ഹു വാണ്ട്സ് ടു ത്രോ എവേ ഗാർബേജ് ഹാസ് നോ നീഡ് ടു അനലൈസ് ഇറ്റ് ആൻഡ് സീ വാട്ട് ഇറ്റ് ഈസ്, സോ വൺ ഹു വാണ്ട്സ് ടു നോ ദ സെൽഫ് ഹാസ് നോ നീഡ് ടു കൗണ്ട് ദ നമ്പർ ഓഫ് കാറ്റഗറീസ് or inquire into their characteristics. What he has to do is reject altogether the categories that hide the self. Who am I? വീണ്ടും മഹർഷി പറയുന്നത്, what does the mind mean to me? Whether it is a tool. എന്ത് വേണം? റിജക്ട് ഓൾ ടുഗെദർ. കാരണം എന്താ? ഇറ്റ് ഇസ് ഗാർബേജ്. ഗാർബേജ് വലിച്ചെറിയുന്ന ഒരാൾ അതിൽ എന്തൊക്കെയുണ്ട് എന്ന് അനലൈസ് ചെയ്യുന്നതിൽ ഒരു കാര്യമില്ല. എന്തായാലും വലിച്ചെറിയാൻ തീരുമാനിച്ചു. നോ പോയിന്റ് ഇൻ നോയിങ്. ജസ്റ്റ് ത്രോ ഇറ്റ് ഓഫ്, ത്രോ ഇറ്റ് അവേ. ചിന്തകൾ ശരിക്കു പറഞ്ഞാൽ ഗാർബേജ് ആണ് ഓൺ ദ പാത്ത് ഓഫ് ജ്ഞാന. ഡോണ്ട് സ്പെൻഡ് യുവർ വാല്യുബിൾ ടൈം സ്റ്റഡിയിങ് ഓൾ ദിസ്. പഠിക്കണ്ട. സെൽഫ് എൻക്വയറിയുടെ സ്റ്റുഡൻസിനോടാണ് പറയുന്നത് കേട്ടോ.
ഇപ്പം നിങ്ങളോട് ആരെങ്കിലും നിങ്ങളെ ഒന്ന് വെട്ടിൽ വീഴ്ത്താൻ വേണ്ടിയിട്ട് സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ വാഗ്വാദത്തിലൊക്കെ ഏർപ്പെട്ടു എന്ന് വിചാരിക്കുക, ഒരു ആർഗ്യുമെന്റിൽ പെട്ടു എന്ന് വിചാരിക്കുക. അപ്പം എന്ത് വേണം? ജസ്റ്റ് ലെറ്റ് ദം വിൻ. ഓക്കെ, ലെറ്റ് ദം വിൻ. നിങ്ങൾ നിങ്ങളുടെ സമയവും എനർജിയും ഒരിക്കലും അതിനു വേണ്ടി മാറ്റിവെക്കരുത്. They do not know that by winning that battle, they are actually losing the game. അവർക്കറിയില്ല അത്. നമുക്കറിയാം. Not even winning. By simply attempting to answer that question, we are losing the game. We can attempt. നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാം. പക്ഷെ നമ്മുടെ ഉദ്ദേശം ആ വ്യക്തിക്ക് അത് മനസ്സിലാകുന്നുണ്ടോ എന്ന് നോക്കിയ ശേഷം നെക്സ്റ്റ് ലെവലിലേക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഡ്രോപ്പ് ഓൾ ടുഗെദർ. ഡിസ്കഷൻ ഗ്രൂപ്പിൽ ആദ്യമേ ഒരു മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു. എല്ലാവരും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയേണ്ടതില്ല. നമുക്കറിയാം, ഡിസ്കഷൻ ഗ്രൂപ്പ് എന്നുള്ള പേര് കേട്ടാൽ തന്നെ എല്ലാവരും പഴയ സ്വഭാവത്തിലേക്ക് പോകും. നമ്മുടെ സ്വഭാവത്തിലും വലിയ മാറ്റങ്ങൾ വന്നിട്ടില്ല. വാസനകൾ അവിടെ തന്നെ ഉണ്ട്. വാസന മാറിയിട്ടില്ലെങ്കിൽ വലിയ വിഷമാണ്, അല്ലേ? ഒരിക്കലും നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കില്ല. നമ്മുടെ പഴയ ഉണ്ടല്ലോ, ഈഗോ ഉണ്ടല്ലോ, പുള്ളി തലപൊക്കും. കാരണം ഇവിടെ നമുക്ക് വിൻ ചെയ്യണമല്ലോ. 100-200 ആൾക്കാർ കാണുന്നുണ്ടേ. ഈ 200 ആൾക്കാരുടെ മുന്നിൽ എൻ്റെ കഴിവൊന്നും ഞാൻ സമർത്ഥിക്കണ്ടേ? ഇതാരാ പറയുന്നത്? ദാറ്റ് ഈസ് ദ ഈഗോ. ഓക്കെ, so every wrong question in the discussion group is taking the questioner away from the truth. It is taking you also away from the truth. ചോദ്യം ചോദിക്കുന്ന ആളും ഉത്തരം പറയാൻ ശ്രമിക്കുന്ന നിങ്ങൾ രണ്ടുപേരും വഴിതെറ്റിപ്പോവാണ്, ബോണ്ടേജിലാണ്, ഗാർബേജ് ആണത്. ക്ലിയർ? അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരിക്കലും സമയം ചെലവഴിക്കാൻ പാടില്ല. അപ്പം നമ്മൾ എന്താ വേണ്ടത്? ഉപദേശ സാഹസ്രിയിൽ ശങ്കരാചാര്യർ പറയുന്നുണ്ട് that the mind and the senses are also of the nature of name and form is known from the ശ്രുതി. ശ്രുതിയിൽ പറയുന്നു മനസ്സും ഇന്ദ്രിയങ്ങളൊക്കെ എന്താണ്? നെയിം ആൻഡ് ഫോം ആണ്, നാമരൂപങ്ങളാണ്. മനസ്സ് നാമരൂപപ്പെടുന്ന പറയുന്നത്. ദ മൈൻഡ് മൈ ചൈൽഡ് കൺസിസ്റ്റ്സ് ഓഫ് ഫുഡ്. ഭക്ഷണം കൊണ്ടാണ് അത്രയും മനസ്സുണ്ടാവുന്നത്. ഉപദേശ സാഹസ്രി 1000 ടീച്ചിങ്സ് ആണ്. ശങ്കരാചാര്യ നോക്കൂ, ഒരു ടീച്ചർ സ്റ്റുഡൻറ് ഡയലോഗിലാണ് ഈ പുസ്തകം തന്നെ എഴുതിയിട്ടുള്ളത്. ചോദ്യം ചോദിക്കുന്നതും ഒരു സ്റ്റുഡൻറ്റ് ഉത്തരം പറയുന്നത് ശങ്കരാചാര്യ തന്നെ ടീച്ചറായിട്ട് പറയുകയാണ്. പക്ഷെ നോക്കണം, സീ ദ ലെവൽ ഓഫ് കമ്പാഷനേറ്റ്നെസ് ഇൻ ശങ്കരാചാര്യൻ. എങ്ങനെയാണ് വിളിക്കുന്നത്? ദ മൈൻഡ് മൈ ചൈൽഡ്. എൻ്റെ മോനെ, എൻ്റെ മോളെ എന്നാണ് വിളിക്കുന്നത്. ഇതെന്തിനാ അവിടെ കാണിക്കാൻ കാരണം? ഇങ്ങനെ പലതരം ചോദ്യങ്ങളും നമ്മുടെ മുന്നിലേക്ക് വരും. നമ്മൾ എങ്ങനെ ഉത്തരം പറയുന്നു എന്നും ശ്രദ്ധിക്കണം. ഇങ്ങനെ പറയണം. ശങ്കരാചാര്യർ ഇങ്ങനെയാണ് പറയുന്നത്, നമ്മളിങ്ങനെ പറഞ്ഞൂടെ? പറയണം. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ ആൻസർ കൊടുത്തിട്ട് തൽക്കാലം അവരൊന്ന് സമാധാനിപ്പിക്കുക നല്ലത്. ഗ്രേറ്റ്. സോ വാട്ട് മസ്റ്റ് വി ഡു? യോഗവാസിഷ്ഠ സാരത്തിൽ പറയുന്നുണ്ട്, ഹൂ am I? ഞാൻ ആരെന്ന് അന്വേഷിക്കാനാണ് പറയുന്നത്. ടു ഹും ബിലോങ് ഓൾ ദീസ് വേൾഡ്ലി ബോണ്ടേജസ്. മനസ്സ് പോലും ബോണ്ടേജ് ആണ്. മനസ്സിൽ നിന്ന് ചിന്തകളും അതിനെപ്പറ്റി നമ്മൾ അന്വേഷിക്കാൻ പോകുമ്പോൾ അതും ബോണ്ടേജ് ആണ്. നമ്മൾ അനാവശ്യമായിട്ട് വഴി തെറ്റിപ്പോവാണ്. ദിസ് ടൈപ്പ് ഓഫ് റൈറ്റ് ഡിസേൺമെന്റ് ഓർ വിചാര, ഏത് അന്വേഷിക്കണം, ഏത് അന്വേഷിക്കരുത്, ഏത് വിശകലനം ചെയ്യണം, ഏത് വിശകലനം ചെയ്യരുത്, ഗാർബേജ് വിശകലനം ചെയ്യണമോ വേണ്ടയോ, ഇതൊക്കെ നമ്മൾ സ്വയം തീരുമാനിക്കണം. ആരും നമ്മളെ വഴി തിരിച്ച് എപ്പോഴും വിട്ടില്ല. ക്ലാസ്സിൽ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകും. പിന്നെ ചെയ്യേണ്ടത് നമ്മളാണ്. നമ്മുടെ മനസ്സിലത് എപ്പോഴും ഓർമ്മ വേണം. അനാവശ്യമായിട്ടുള്ള ഒരു സംഗതിക്ക് നമ്മൾ പോകരുത്. പ്രത്യേകിച്ച് ജ്ഞാനമാർഗത്തിലുള്ള നമ്മൾ വളരെ ക്ലിയർ ആയിരിക്കണം ഏത് വഴിക്കാണ് പോകേണ്ടതെന്ന്. അല്ലെങ്കിൽ നമ്മൾ എന്തായാലും വഴി തെറ്റിപ്പോകും. ഇത് വല്ലപ്പോഴും ചെയ്ത് കിട്ടുന്നൊരു സംഭവമല്ല. ഇത് വളരെ പ്രധാനമായൊരു വിഷയമാണ് നമ്മളുടെ. ഇസന്റ് ഇറ്റ്? സീരിയസ് ആയിട്ടുള്ള പാർട്ടിസിപ്പൻസിനോട് ഞാൻ പറയുന്നത്, ദിസ് ടൈപ്പ് ഓഫ് റൈറ്റ് ഡിസേൺമെന്റ് ഓർ വിചാര ഇസ് ദി ഓൺലി ഷുവർ മെഡിസിൻ ഫോർ ദ പ്രൊലോങ്ഡ് ഡിസീസ് ഓഫ് വേൾഡ്ലിനെസ്. എല്ലാവരും രോഗാവസ്ഥയിലാണ്. ഏറ്റവും വലിയ രോഗം ഇതാണ്. ഈ വേൾഡ് സത്യമാണെന്ന് വിചാരിച്ച് ആ വേൾഡ്ലിനെസ്സിൽ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, പടവെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ത്രൂ ഡിസ്ക്രിമിനേഷൻ എലോൺ ദിസ് വേൾഡ്ലി ഡെല്യൂഷൻ വിൽ ഡിസപ്പിയർ. വിവേചനം ഉണ്ടല്ലോ, അതിലൂടെ മാത്രമാണ് ഈ ഡെല്യൂഷൻ നമുക്ക് ഇല്ലാതെയാകുള്ളൂ എന്നർത്ഥം. അപ്പോൾ മനസ്സിനെ കുറിച്ചുള്ള ചിന്തകളും ചർച്ചകളും ഒക്കെ നമുക്കിവിടെ അവസാനിപ്പിക്കാം. അതുകൊണ്ടൊരു കാര്യമില്ല, നമ്മൾ വഴി തെറ്റിപ്പോവും. അതിന് വേറെ പല മാർഗങ്ങളുണ്ട് പഠിക്കാൻ, കുറേ ഫീൽഡുകളുണ്ട്, അതൊക്കെ നമുക്ക് വേണമെങ്കിൽ പഠിക്കാം. പക്ഷെ നമ്മൾ സെൽഫ് എൻക്വയറി അല്ലെങ്കിൽ ആത്മവിചാരത്തെക്കുറിച്ച് പറയുമ്പോൾ മനസ്സിനെ കൂടുതൽ വിശകലനം ചെയ്യുന്നില്ല. നമ്മൾ ഈ മനസ്സ് ആരിലാണ് ഉള്ളത് എന്നത് ആണ് ശ്രദ്ധിക്കുന്നത്.
ആ പോകുന്ന വഴി വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താ വേണ്ടത്? കൃത്യമായി ജേണി വിത്തിൻ്റെ ഓൺലൈൻ സെഷൻസ് പങ്കെടുക്കുക, റെഗുലറായിട്ട് വിചാരം ചെയ്യുക. ജേണി വിത്തിൻ മെയിൻ ഗ്രൂപ്പിൽ ഒരു പോസ്റ്റ് ഉണ്ടാവും, അതൊന്ന് വായിച്ച് നോക്കുക, അതിൽ വല്ലതും കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക, മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. ഡിസ്കഷൻ ഗ്രൂപ്പിൽ എല്ലാ ദിവസവും ചെറിയതായിട്ടുള്ള ടീച്ചിങ്സ് ഷെയർ ചെയ്യുന്നുണ്ട്, പറ്റുമെങ്കിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാം. എല്ലാ ദിവസവും എല്ലാവരും ചെയ്തോളണമെന്നില്ല, ചെയ്യാൻ തോന്നുന്നില്ല ചെയ്യേണ്ട, ആരെയും ബോധിപ്പിക്കാൻ വേണ്ടി ചെയ്യേണ്ട. എല്ലാ ദിവസവും മുറ പോലെ എല്ലാം എഴുതണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ചിലപ്പോൾ അത് എഴുതിയ ദോഷമായിരിക്കും. കാരണം ഇത് എഴുതുന്നത് ആരായിരിക്കും? മറ്റൊരു ഞാനായിരിക്കും. ആ വോയിസ് ഇടുന്ന ആരായിരിക്കും? മറ്റൊരു ഞാനായിരിക്കും. എപ്പോഴും എന്തെങ്കിലും എഴുതുന്നതിനും പറയുന്നതിനും മുമ്പ് ആദ്യം ഉള്ളിലേക്കൊന്ന് നോക്കണം. ആർക്കാ പറയാനുള്ളത്? എന്താ പറയാനുള്ളത്? പലപ്പോഴും മൗനമായിരിക്കും നല്ല ആൻസർ. മുമ്പും പറഞ്ഞിട്ടുണ്ട്, ചോദ്യകർത്താവിന് കൃത്യമായ ഉത്തരം നിങ്ങളുടെ മൗനത്തിൽ നിന്നും കിട്ടും. കൃത്യമല്ല ഉത്തരമെങ്കിൽ അവരുടെ ചോദ്യങ്ങൾ വർദ്ധിക്കും, സംശയങ്ങൾ കൂടും, രണ്ടുപേരും ബോണ്ടേജിലായോ? ആയി. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വിചാരമാണ്. ആ പോകുന്ന വഴിയിൽ നമുക്ക് പലരുടെയും പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാം, നല്ലതാണ്. പക്ഷെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ നമുക്ക് മാറ്റാൻ കഴിയില്ല എന്ന് ആദ്യം മനസ്സിലാക്കണം. നമ്മുടെ മെയിനായിട്ടുള്ള കർത്തവ്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. സ്റ്റിക്ക് ടു സെൽഫ് എൻക്വയറി, സ്റ്റിക്ക് ടു ആത്മവിചാരം.